ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്താണ്. കായംകുളം നമ്മുടെ ഒരു കസ്റ്റമറുടെ ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിക്ക് വന്നേക്കാണ്. വിനായക ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിക്ക് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ മില്ല് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവർ ഇവിടെ മുളക്, മല്ലി, നാളികേര, കുണക്കരായിട്ട് നമ്മളൊരു 10 ടണ്ണിൻ്റെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. ഡ്രയറിൻ്റെ വിശേഷമാണെന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ ആൻഡ് ഓയിൽ മില്ല് വരുന്നത്. വിനായക ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലാണ്. അപ്പോൾ നമുക്ക് സാറിൻ്റെ ചോദിക്കാം ഇവിടെ എന്തൊക്കെ സംഭവമാണ് വരുന്നത്. ബാബു സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട്? ഇവിടെ ഞാൻ കൊപ്ര ആട്ടി കൊടുക്കാറുണ്ട്, അരി പൊടിച്ചു കൊടുക്കാറുണ്ട്, മുളക്, മല്ലി, മഞ്ഞൾ ഇതും പൊടിച്ചു കൊടുക്കാറുണ്ട്. കൂടാതെ അരി പൊടിച്ച് വറുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്കൊരു ട്രയറുണ്ട്. ആ ട്രയറിനകത്ത് മഴ സമയത്ത് കൂടുതലും കൊപ്ര ഉണക്കി ആട്ടി കൊടുക്കാറുണ്ട്. പിന്നെ മുളകും മല്ലിയും ആ കൊപ്ര ട്രയറിനകത്ത് വെച്ച് ഉണക്കാറുണ്ടല്ലേ? മഴ സമയത്ത് ഇപ്പൊ മല്ലി, മുളക് മെയിൻലി മഴ സമയത്താണ് ഉണക്കുന്നത് അല്ലേ? നമ്മുടെ ഡ്രയറിൽ വെച്ച് ഉണക്കുന്നത്. ഇതാണ് ഡ്രയർ വരുന്നത് അല്ലേ? ഡ്രയർ ഇവിടെ വരുന്നുണ്ട്. 10 തട്ടിന്റെ ഡ്രയറാണ് സാർ എടുത്തിരിക്കുന്നത് ഇവിടെ. ഇപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് മല്ലി അല്ല മുളക് സാർ ഉണക്കി കൊടുക്കണം അല്ലേ? മുളക് ഉണക്കാനായിട്ട് വെച്ചേക്കാണ്. മുളക്, മല്ലി, നാളികേരാണല്ലേ നമ്മുടെ ഉണക്കുന്നത്? ഇതാണ്. ഇത് മല്ലി, മുളകൊക്കെ ആണെങ്കിൽ എത്ര സമയം ഉണങ്ങുക? ഒരു 4 മണിക്കൂർ. നാളികേരാണെങ്കിൽ ഒരു 24-25 മണിക്കൂർ. അത്രയാണ് നാളികേരം ഉണങ്ങാൻ വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു 10 ട്രാൻഡ് മെഷീനാണ് സാർ എടുത്തിരിക്കുന്നത്. സാർ ഇതിന്റെ ചെറുത് വലുതൊക്കെ നോക്കിയിരുന്നോ? ഇല്ല, എനിക്ക് ഈ ഒരു സൈസ് തന്നെയാണ് നമ്മുടെ ഡെൽമാർക്ക്. നമ്മുടെ കമ്പനി ഈ ഒരു സൈസ് മാത്രമല്ല, അതിന്റെ ചെറുത് വലുതൊക്കെയുള്ള മെഷീൻസ് നിർമ്മിക്കുന്നുണ്ട്. അതും പല മെറ്റീരിയൽ പല സൈസിൽ നിർമ്മിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവം ഉണക്കാനായിട്ട് നമ്മുടെ ഡ്രയർ മേടിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെയും ഒരുപാട് മെഷീൻസ് വരുന്നുണ്ടല്ലേ സാർ? പിന്നെ മില്ലിന്റെ മെഷീൻസ്, പൊടിപ്പിക്കുന്നതിന്റെ മെഷീൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഓരോ മെഷീൻസ് പൊടിപ്പിക്കുന്നതിന്റെ ആവൂല്ലേ? അതെ, ഇത് അരി പൊടിക്കുന്നത്, അത് മുളക് പൊടിക്കുന്നത്, ഇത് മല്ലി, മഞ്ഞൾ, ഇത് അരി പൊടിച്ച് വറക്കുന്നത് അല്ലേ? പിന്നെ ഇവിടെ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനാണ്. കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ വരുന്നുണ്ട്. ഇത് കൊപ്ര എണ്ണയാട്ടുന്നത്, എക്സ്പെല്ലറും വരുന്നുണ്ട്. ഇത്രയും മെഷീൻസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ഈ മില്ലിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഷോപ്പും കൂടി ഇപ്പുറത്ത് വരുന്നുണ്ട്. ഇതും സാറിൻ്റെ തന്നെയാണ്. അപ്പോൾ സാറ് ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് സാറ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കൂടിയാണ്. ഞാനൊരു 30 കൊല്ലം ആർമിയിൽ ജോലി ചെയ്തിട്ട് 2019 റിട്ടയർഡ് ആകാണ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത്? എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഒരു മില്ലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് നമ്മൾ റിട്ടയർഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയതാണല്ലേ? ഇപ്പൊ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇത് 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞല്ലേ നമ്മുടെ ഈ മില്ല് തുടങ്ങിയിട്ട്? അപ്പോൾ 1 കൊല്ലമായി സാറ് നമ്മുടെ മില്ല് നടത്തുകയാണ്. അപ്പോൾ നല്ലൊരു മില്ലാണ്. ഇപ്പൊ ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? ഇത് കായംകുളത്ത് കിഴക്ക്, പിന്നെ ഭരണിക്കാവ് എന്ന സ്ഥലത്ത്. ഭരണിക്കാവ് എന്നാണ് പറയാ സ്ഥലത്തിന്റെ പേര് അല്ലേ? കറ്റാനം ഭരണിക്കാവ് അതാണ് സ്ഥലത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ, വെളിച്ചെണ്ണയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ സംഭവം ഉണക്കാനായിട്ട്, ഇപ്പം എന്ത് സംഭവം ഉണക്കാനായിട്ടും നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരിക്കും. ബൈ.